നിളയുടെ തീരങ്ങളെ ഭക്തിനിർഭരമാക്കിയ മഹാമാഘ മഹോത്സവത്തിനാണ് സമാപനമായിരിക്കുന്നത്. ടി.കെ. അരവിന്ദനുണ്ട് വിശദാംശങ്ങളുമായി. അരവിന്ദൻ, കഴിഞ്ഞ രണ്ടാഴ്ചയായി നമുക്കറിയാം കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി നിളയുടെ തീരങ്ങളിലേക്ക് എത്തിയത്. 15 ദിവസം നിന്ന ആത്മീയ സാംസ്കാരിക ഉത്സവത്തിനാണ് സമാപനമാകുന്നത്. അമ്പിളി, തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെ നിളാ തീരം ഒരു ഉത്സവ ലഹരിയിലായിരുന്നു എന്ന് പറയാം. നമുക്കറിയാം, ഇത്രയധികം ആൾക്കൂട്ടം ഉണ്ടായ മറ്റൊരു ആത്മീയ സമ്മേളനം അടുത്ത കാലത്തൊന്നും മലപ്പുറം ജില്ല കണ്ടിട്ടില്ല. അത്രയധികം ആളുകളായിരുന്നു ഈ കഴിഞ്ഞ 10-18 ദിവസങ്ങളിലായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ തന്നെ സാംസ്കാരിക ആധ്യാത്മിക രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. കുറെ കാലങ്ങളായി 271 വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ ഉത്സവം വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇത് ഏത് സാഹചര്യത്തിലാണ് നടന്നത്, അന്ന് അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു, ഇതിൻ്റെ എല്ലാം ഒരു പുനരാവിഷ്കരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കലയുടെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും ആധ്യാത്മികതയുടെയും കച്ചവടത്തിന്റെയും എല്ലാം ഒരു ഉത്സവമായിട്ടായിരുന്നു ആ കാലങ്ങളിൽ ഇത് നടന്നിരുന്നത്. അതിൻ്റെ ഒരു പുനരാവിഷ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തിനെ നഷ്ടപ്പെട്ട സംസ്കൃതിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. വളരെ എളിയ നിലയിലാണ് 2016 ഇത്തരം ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കുന്നത്. താനൂർ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിനി അതുല്യാമൃത പ്രാണയുടെയും അതുപോലെ തന്നെ തെരൂർ ദിനേശിന്റെയും എല്ലാം നേതൃത്വത്തിൽ വളരെ ചുരുങ്ങിയ ഒരു തോതിൽ തുടങ്ങിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വലിയ മഹാസംഭവമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന ഈ കാര്യത്തിന് ചുക്കാൻ പിടിച്ച് തീർച്ചയായും താനൂർ മഠത്തിലെ അതുല്യാമൃത പ്രാണയാണ് എന്ന് പറയേണ്ടി വരും. 2 വർഷം കൂടി കഴിയുമ്പോൾ ഇതിന്റെ 12ാം വർഷമാണ്. 12 വർഷം കൂടുമ്പോൾ മഹാകുംഭമേള എന്ന നിലയ്ക്ക് വലിയ ഉത്സവം നടക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംഘാടകരെല്ലാം ഉള്ളത്. അതിനുള്ള ഊർജ്ജം ഇതിൽ നിന്ന് കിട്ടി എന്ന് തന്നെ പറയാം. തുടക്കത്തിൽ സർക്കാരിൽ നിന്ന് ഒട്ടനവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘാടകർ ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായി ഈ മഹോത്സവം നടത്തിയത്. ഒരുപാട് കലാപരിപാടികൾ, സംവാദങ്ങൾ, അങ്ങനെ ഒട്ടനവധി കലാപരിപാടികളും സംവാദങ്ങളും ചർച്ചകളും എല്ലാമായി ഈ ആത്മീയ സമ്മേളനം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്തായാലും കേരളത്തിൽ ഇതിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലും സാംസ്കാരിക അന്തരീക്ഷത്തിലും വലിയ മാറ്റം തന്നെ ഇതുകൊണ്ട് ഉണ്ടാകും. സനാതന ധർമ്മത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇതിലൂടെ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അമ്പിളി, ശരി. ഭക്തിനിർഭരമായ മഹാമാഘ മഹോത്സവത്തിന് സമാപനമായി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടി.കെ. അരവിന്ദൻ.